ഹായ്, അങ്ങനെ വീണ്ടും എത്തിയിരിക്കുകയാണ് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഇത്തവണ എന്താണെങ്കിലും 70 വയസ്സ് മുതലുള്ളവർക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള രജിസ്ട്രേഷനാണ് നടക്കുന്നത്. മുന്നോട്ട് മറ്റുള്ളവർക്കും ആകാം. സ്വയം ഇത് രജിസ്റ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ. കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ മൊബൈൽ ഉപയോഗിച്ചോ ഇത് രജിസ്റ്റർ ചെയ്യാം. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമ്മുടെ കമ്പ്യൂട്ടറിലെ ഏതെങ്കിലും ഒരു ബ്രൗസർ തിരഞ്ഞെടുക്കുക. അതിൽ PMJY എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. അതല്ലെങ്കിൽ beneficiary.nha.gov.in എന്ന് ടൈപ്പ് ചെയ്ത് നൽകി സെർച്ച് ചെയ്താലും മതിയാവും. അപ്പോൾ കുറേ സൈറ്റുകൾ നമുക്ക് ലഭിക്കും. അതിൽ ശ്രദ്ധിച്ച് നോക്കുക. PMJY ബെനിഫിഷ്യറി പോർട്ടലിൽ നിന്ന് കാണും. അതിന് തൊട്ട് താഴെയായിട്ട് beneficiary.nha.gov.in കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൻ്റെ സൈറ്റിലേക്ക് പ്രവേശിക്കും. ആദ്യം ലൊക്കേഷൻ ചോദിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ലൊക്കേഷൻ അലോ ചെയ്ത് നൽകണം. ആ പേജിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഓപ്ഷൻ കാണാം. ലോഗിനാസ് എന്നുള്ളൊരു പോർഷനുണ്ട്. അവിടെയാണ് നമ്മളത് ചെയ്യേണ്ടത്. അതിൽ 2 ഓപ്ഷൻസ് കാണാം. ബെനിഫിഷ്യറി, ഓപ്പറേറ്റർ. അതിൽ ബെനിഫിഷ്യറി കൊടുത്താണ് ലോക്കലായിട്ടുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാർ കയറേണ്ടത്. ഓപ്പറേറ്റർ എന്നുള്ളത് CSC, NHA, ഹോസ്പിറ്റലുകാർ, അങ്ങനെ ഓപ്പറേറ്റർമാരെ സെപ്പറേറ്റ് സർക്കാർ നിയമിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് കയറാനുള്ളതാണത്. അപ്പോൾ നമ്മൾ ബെനിഫിഷ്യറി ക്ലിക്ക് ചെയ്ത് അതിനുശേഷം ക്യാപ്ച, താഴെ കാണുന്ന ക്യാപ്ച കൊടുക്കുക. ക്യാപ്ച കൊടുക്കുമ്പോൾ ഏറ്റക്കുറച്ചിലല്ല അവിടെ ശ്രദ്ധിക്കേണ്ടത്. ചെറിയ അക്ഷരമാണോ വലിയ അക്ഷരമാണോ അക്കങ്ങളാണോ അക്ഷരങ്ങളാണോ എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് നോക്കി ടൈപ്പ് ചെയ്ത് നൽകുക. അതിനുശേഷം മൊബൈൽ നമ്പർ ചോദിക്കും. കയ്യിലുള്ള ഏതെങ്കിലും മൊബൈൽ നമ്പർ നൽകാം. അതല്ലെങ്കിൽ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ നൽകിയാലും മതി. അതിനുശേഷം വെരിഫൈ കൊടുക്കുക. വെരിഫൈ കൊടുക്കുമ്പോൾ ഒരു OTP നമ്മുടെ മൊബൈലിൽ വരും. ആ OTP താഴെ കാണുന്ന കോളത്തിൽ ടൈപ്പ് ചെയ്ത് നൽകുക. എങ്ങാനും OTP വരാൻ ലേറ്റ് ആവുകയാണെങ്കിൽ ആ പേജ് ജസ്റ്റ് ഒന്ന് അനക്കിക്കൊണ്ടിരിക്കുക. OTP വന്നതിന് ശേഷം ആ OTP ആ കോളത്തിൽ ടൈപ്പ് ചെയ്ത് നൽകി അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച നൽകുക. അതിനുശേഷം ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കും, അല്ലെങ്കിൽ ആ പേജിലേക്ക് പ്രവേശിക്കും. ഇതാണ് അതിൻ്റെ മെയിൻ പേജ്. ഇതിൽ മേളിൽ കാണിക്കുന്ന ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആധാർ കാർഡ് ഉപയോഗിച്ച് നേരത്തെ ഏതെങ്കിലും തരത്തിൽ PMJYയുടെയോ മറ്റുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസ് കാർഡുകൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത്. നിലവിൽ ലഭിച്ചിട്ടുള്ളതാണെങ്കിൽ മുന്നോട്ട് നമ്മളിത് പുതിയത് ചെയ്യുന്ന സമയത്ത് പാതി വഴിയിൽ അത് എറർ കാണിക്കും. പിന്നെ ചെയ്ത് അത്രയും വേസ്റ്റായി പോകും. അപ്പോൾ എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അതുകൂടാതെ അതിൻ്റെ താഴെ കാണിക്കുന്ന ക്ലിക്ക് ഹിയർ ടു എൻറോൾ, അവിടെയാണ് നമ്മൾ പുതിയ 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള എൻറോൾമെൻറ്റ് നടത്തുന്നത്. നിലവിൽ കാർഡ് ലഭിക്കുന്ന 70 വയസ്സ് കഴിഞ്ഞവരും ഇതിൽ എൻറോൾ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും കാർഡ് ലഭിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. പല സ്കീമുകളുണ്ട്. ഓരോ സ്കീമും മാറ്റി നോക്കുക. ഇവിടെ ഇപ്പോൾ PMJY കാർഡ് ലഭിച്ചിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. അതിന് ലൊക്കേഷൻ ആദ്യം അലോ ചെയ്ത് നൽകുക. സ്കീമിന് അവിടെ PMJY നൽകുക. സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് നൽകുക. സബ് സ്കീം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നൽകുക. ഇല്ലെങ്കിൽ PMJY തന്നെ നൽകുക. ഡിസ്ട്രിക്റ്റിൻ്റെ അവിടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് നൽകുക. സെർച്ച് ബൈ എന്നുള്ളിടത്ത് ആധാർ നമ്പർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകി ക്യാപ്ച കൊടുക്കുക. ക്യാപ്ച കൊടുത്തതിന് ശേഷം സെർച്ച് ചെയ്ത് നോക്കുക. അങ്ങനെ ഓരോന്നും സെർച്ച് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ നമുക്കറിയണമെന്നില്ല ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സ്കീം പ്രകാരം നമുക്ക് കാർഡ് ലഭിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റിയിട്ടില്ല. ഇതുവഴി നമുക്കത് അറിയാൻ സാധിക്കും. അങ്ങനെ അറിയാൻ അത് ഈ KFC ചെയ്താൽ മതിയാവും. അങ്ങനെ ക്യാപ്ച കൊടുത്ത് കഴിയുമ്പോൾ സെർച്ച് ബാർ വരും. അവിടെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ആ കൊടുത്തത് വെച്ച് എന്തെങ്കിലും കാർഡ് ലഭിച്ചിട്ടില്ലെങ്കിൽ നോ ബെനിഫിഷ്യറി ഫൗണ്ട് അല്ലെങ്കിൽ നോ ഡാറ്റ ഫൗണ്ട് എന്ന് കാണിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സ്കീം ലഭിച്ചിട്ടുണ്ടാകത്തില്ല. അടുത്ത സ്കീം വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ സെർച്ച് ചെയ്ത് നോക്കാം. ഒരു സ്കീമിലും ഒരു കാർഡിൽ നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ പുതിയ എൻറോളിലോട്ട് നമുക്ക് പോകാവുന്നതാണ്. ഇടയ്ക്ക് ലൊക്കേഷൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ കൊടുക്കാം. ഇനിയിപ്പോൾ ലൊക്കേഷൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ആദ്യം മാത്രം കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമ്മൾ ലോഗൗട്ട് ചെയ്യുക. ബാക്കിലോട്ട് പോയാൽ ചിലപ്പോൾ പോയെന്ന് വരത്തില്ല. ലോഗൗട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ലോഗിൻ ചെയ്യുക. പഴയതുപോലെ ബെനിഫിഷ്യറി കൊടുത്ത് ക്യാപ്ച കൊടുത്ത് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകി അതിൽ വരുന്ന OTP ടൈപ്പ് ചെയ്ത് നൽകി ക്യാപ്ച കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലൊക്കേഷൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ കൊടുക്കുക. അങ്ങനെ നമ്മൾ വീണ്ടും പഴയ പേജിലെത്തും. അവിടെ താഴെ ക്ലിക്ക് ഹിയർ ടു എൻറോൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അന്നേരം നമ്മൾ
എൻറോൾ ചെയ്യേണ്ട പേജിലേക്ക് പോകും. അവിടെ നമ്മുടെ കയ്യിലുള്ള 70 വയസ്സ് കഴിഞ്ഞ ആളുടെ ആധാർ കാർഡ് ടൈപ്പ് ചെയ്ത് നൽകുക. അതിനുശേഷം ക്യാപ്ച കൊടുക്കുക, സെർച്ച് ചെയ്യുക. എന്തെങ്കിലും എററോ അതുപോലെ തന്നെ കാർഡോ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനാണ് ഒന്നുകൂടെ ഇവിടെ കൊടുക്കേണ്ടത്. ഒന്നും ഇല്ല എന്ന് കണ്ടു കഴിയുമ്പോൾ താഴെ തന്നെ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്യുക. അന്നേരം നമ്മൾ എൻറോൾ ചെയ്യേണ്ട പേജിലേക്ക് എത്തും. നമുക്ക് 3 രീതിയിൽ ഇവിടെ എൻറോൾ ചെയ്യാൻ സാധിക്കും. ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിൽ വരുന്ന OTP ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ IR സ്കാനർ ഉപയോഗിച്ച് കണ്ണ് സ്കാൻ ചെയ്യാം. എന്നാണല്ലോ അതിനൊക്കെ ഡിവൈസ് വേണ്ടി വരും. ഇവിടെ ഞാൻ മൊബൈൽ OTP വെച്ചാണ് ചെയ്യുന്നത്. അതായത് ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ OTP വെരിഫൈ ചെയ്താണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകി വെരിഫൈ കൊടുക്കുക. അന്നേരം നമുക്ക് രജിസ്റ്റർ ചെയ്ത മൊബൈലിലോട്ടും അതുകൂടാതെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലോട്ടും ഓരോ OTP വെച്ച് വരും. ചിലപ്പോൾ രണ്ടും ഒരു ഫോണിൽ തന്നെ ആയിരിക്കാം വരുന്നത്. അപ്പോൾ രണ്ടും 2 രീതിയിലായിരിക്കും വരുന്നത്. ഒന്ന് NHA OTP എന്നും ഒന്ന് ആധാർ OTP എന്നും ആയിരിക്കും. അപ്പോൾ അത് നോക്കി നമ്മൾ ആ കോളത്തിൽ ടൈപ്പ് ചെയ്ത് നൽകുക. അത് രണ്ടും ടൈപ്പ് ചെയ്ത് നൽകി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അടുത്ത സ്ഥലത്തോട്ട് പ്രോസസ്സായി മാറും. അതിനുശേഷം ഒരു പേജ് വരും. ആ പേജ് നമുക്ക് വേറെ ഏതെങ്കിലും ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ടോ എന്നാണ്. അതായത് ഈ കാർഡുമായിട്ട് ബന്ധപ്പെടാതെ ഈ സ്കീമുമായിട്ട് ബന്ധപ്പെടാത്ത ഏതെങ്കിലും തരത്തിലുള്ള, ഇതിനകത്ത് കുറേ സ്കീമുകൾ പറയുന്നുണ്ട്, അതനുസരിച്ചുള്ള ഇൻഷുറൻസ് കിട്ടുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ളവർക്കും ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കും. അങ്ങനെ ഏതെങ്കിലും സ്കീം ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അന്നേരം അതിന് എന്തെങ്കിലും ബൈ സ്കീം ഉണ്ടെങ്കിൽ അത് അവിടെ ചോദിക്കും. അത് ടൈപ്പ് ചെയ്ത് നൽകുക. നമുക്ക് ഒരു സ്കീമും ഇല്ല എങ്കിൽ റൺ ഓഫ് എബോവ് കൊടുത്ത് മുന്നോട്ട് പോകാം. മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസ് ലഭിക്കുന്നവർക്ക്, അതായത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഇൻഷുറൻസ് ലഭിക്കുന്നവർക്കും ഈ ആയുഷ്മാൻ ഭാരതിന് ഇൻഷുറൻസ് ലഭിക്കുന്നതാണ്. പക്ഷേ അത് ഇൻക്ലൂഡഡ് ആയിട്ടായിരിക്കും വരുന്നത്. അതിനാണിത് സെലക്ട് ചെയ്ത് നൽകേണ്ടത്. ഒന്നുമില്ല എന്ന് കാണുന്ന പക്ഷം റൺ ഓഫ് എബോവ് കൊടുത്ത് മുന്നോട്ട് പോകാം. പ്രൊസീഡ് കൊടുക്കുക, മുന്നോട്ട് പോവുക. അന്നേരം നമ്മൾ ഒരു പേജിലെത്തും. അവിടെ ഓൾറെഡി ആധാർ വെച്ച് ചെയ്യുന്നതുകൊണ്ട് ആധാറിലെ മിക്ക ഡീറ്റെയിൽസും വന്നിട്ടുണ്ടാവും. ഇല്ലാത്ത ഡീറ്റെയിൽസ് നമ്മൾ നൽകുക. അതുകൂടാതെ ഫോട്ടോ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി കമ്പ്യൂട്ടറിൽ വെബ് ക്യാം കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള അലോ ഉണ്ടെങ്കിൽ അത് നൽകുക. ആൻറ്റിവൈറസ് അലോ ചെയ്യാനുണ്ടെങ്കിൽ അത് നൽകുക. എല്ലാം കഴിയുമ്പോൾ ക്യാമറയുടെ ഇത് ഓപ്ഷൻ തെളിഞ്ഞു വരും. അപ്പോൾ ഏത് വ്യക്തിയുടെയാണോ ഫോട്ടോ എടുക്കേണ്ടത് ആ വ്യക്തിയുടെ ക്ലിയർ ആയിട്ടുള്ള ഫേസ് ആണ് ഫോട്ടോ എടുക്കേണ്ടത്. 90% ക്ലിയർ ആയിട്ട് ഫേസ് ലഭിക്കണം. ഫേസ് ലഭിച്ചതിന് ശേഷം ക്യാപ്ചർ കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക. പിന്നെ മുന്നോട്ട് ഏതെങ്കിലും ഡീറ്റെയിൽ ടൈപ്പ് ചെയ്ത് നൽകാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് നൽകുക. താഴോട്ട് വരുമ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻ, കറസ്പോണ്ടൻ്റ് അഡ്രസ്സൊക്കെ നമുക്ക് നൽകാം. അപ്പോൾ മൊബൈൽ നമ്പർ വേണം ആദ്യം നൽകാൻ. കയ്യിലുള്ള ഏതെങ്കിലും മൊബൈൽ നമ്പർ നൽകാം. അതിനുശേഷം വെരിഫൈ കൊടുക്കാം. അപ്പോൾ അതിൽ വരുന്ന OTP എടുത്ത് നൽകുക. ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലാണെങ്കിലും കുഴപ്പമില്ല. OTP വന്ന് അത് നൽകിയതിന് ശേഷം കാറ്റഗറി തിരഞ്ഞെടുത്ത് നൽകണം. മൊബൈൽ നമ്പർ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ട് പോവുക. മൊബൈൽ നമ്പർ കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഉണ്ടെങ്കിൽ നൽകുക. OTP നൽകിയതിന് ശേഷം കാറ്റഗറി സെലക്ട് ചെയ്ത് നൽകുക. SC/ST OBC ജനറൽ ഏതാണെന്ന് വെച്ച് ഞാൻ നൽകുക. അതിനുശേഷം പിൻകോഡ് നൽകുക. അതിനുശേഷം ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് വെച്ച് ഞാൻ സെലക്ട് ചെയ്ത് നൽകി. റൂറൽ ആണോ അർബൻ ആണോ എന്നുള്ളത് കൊടുക്കുക. അതായത് ഗ്രാമമാണോ പട്ടണമാണോ എന്നുള്ളത് ചോദിക്കുന്നത്. അതിനുശേഷം സബ് ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് നൽകുക. അതിനുശേഷം വില്ലേജ് സെലക്ട് ചെയ്ത് നൽകുക. ഇതെല്ലാം നൽകി താഴോട്ട് വരുമ്പോൾ ഫാമിലി മെമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ചോദിക്കും. അവിടെ ഫാമിലി മെമ്പേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതിയാവും. ആഡ് ചെയ്യുകയാണെങ്കിൽ റേഷൻ കാർഡിനെ ബേസ് ചെയ്ത് വേണം ആഡ് ചെയ്യാൻ. അവരുടെ പേരും ഡീറ്റെയിലും ആധാർ നമ്പറും കൊടുത്ത് ഈ KYC വെരിഫിക്കേഷൻ ചെയ്യേണ്ടി വരും. 70 വയസ്സ് കഴിഞ്ഞ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരെ ഈ കൂടെ തന്നെ ആഡ് ചെയ്ത് അവർക്കും ഈ ആയുഷ്മാൻ ഭാരതിൻ്റെ ആനുകൂല്യം പറ്റാം. ഇനി ആരുമില്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എനി ഫാമിലി മെമ്പർ എന്ന് പറഞ്ഞ് ടിക്ക് ചെയ്ത് നൽകി താഴെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ KYC കംപ്ലീറ്റഡ് എന്നുള്ളൊരു മെസ്സേജ് വരും.
ക്ലോസ് ചെയ്യുക. അന്നേരം പേജ് പുറകോട്ട് പോകുന്നതായിരിക്കും. പേജിൽ എത്തിക്കഴിയുമ്പോൾ നമ്മളവിടെ ആ 70 വയസ്സ് കഴിഞ്ഞ വ്യക്തിയുടെ ആധാർ കാർഡ് ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് നൽകി സെർച്ച് ചെയ്യുക. നേരത്തെ എൻറോൾ ചെയ്ത ഡീറ്റെയിൽ കാണിക്കും. താഴെ അതിൻ്റെ വലതുഭാഗത്തായിട്ട് നോക്കിയാൽ ആക്ഷൻ എന്നൊരു ഭാഗം കാണാം. അവിടെ കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കുക. ചിലപ്പോൾ കാർഡ് ആകാൻ താമസം ഉണ്ടാവും, വെയിറ്റ് ചെയ്യുക എന്ന മെസ്സേജ് കാണിക്കും. അതല്ലെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാർഡ് ഡൗൺലോഡായി വരും. 5 മിനിറ്റ് മുതൽ 48 മണിക്കൂർ വരെ എടുക്കാറുണ്ട്. ആ പേജിൽ തന്നെ നിൽക്കാതെ ലോഗ് ഔട്ട് ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ലോഗിൻ ചെയ്താൽ പിന്നെ നമുക്ക് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും. കുറേ നേരം പേജിൽ വർക്കൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകണോ വേണ്ടോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി പേജ് ക്ലോസ് ആകുന്നതായിരിക്കും. ഓട്ടോമാറ്റിക്കലി പേജ് ലോഗൗട്ട് ആയെങ്കിൽ ഒന്നുകൂടെ ലോഗിൻ ചെയ്ത് പഴയപടി കയറുക. അതല്ലെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകി ക്യാപ്ച കൊടുത്ത് സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പഴയ ഡീറ്റെയിൽ നമുക്ക് ലഭിക്കും. റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ആക്ഷൻ ബട്ടണിൻ്റെ താഴെയായിട്ടുള്ള ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കാർഡ് വന്നിട്ടുണ്ടെങ്കിൽ കാർഡ് അന്നേരം ഡൗൺലോഡായി വരും. ഇവിടെ കാർഡ് വന്നിട്ടുണ്ട്. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ കാർഡ് ഡൗൺലോഡായിട്ട് വരും. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് സേവ് ചെയ്ത് സൂക്ഷിക്കാം, ഡൗൺലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ കളർ പ്രിൻ്റ് എടുത്ത് ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിക്കാം. അതുമല്ലെങ്കിൽ വാട്സപ്പിലോ മെയിലിലോ സെൻഡ് ചെയ്ത് സൂക്ഷിക്കാം. പക്ഷേ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ലോഗ് ഔട്ട് ചെയ്യുക. അപ്പോൾ ചെയ്യുന്നതിന് മുമ്പായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം നമ്മുടെ വീഡിയോ 1-2 പ്രാവശ്യം കണ്ട് മനസ്സിലാക്കുക എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം. സൈറ്റും ഡീറ്റെയിലും ഡിസ്ക്രിപ്ഷൻ നൽകുന്നുണ്ട്. ഫാമിലി മെമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ റേഷൻ കാർഡിനെ ബേസ് ചെയ്ത് വേണം ആഡ് ചെയ്യാൻ. അപ്പോൾ റേഷൻ കാർഡിലുള്ള അംഗങ്ങളുടെ ആധാർ കാർഡും അതിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറും എടുത്തു വെച്ചിട്ട് വേണം ഈ KYC ചെയ്യാൻ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്പീഡിൽ ചെയ്തു പോകുക. സൈറ്റ് ഡിലേ ആകാൻ അനുവദിക്കരുത്, ചിലപ്പോൾ എറർ കാണിക്കും. അതുകൂടാതെ 70 വയസ്സ് കഴിഞ്ഞ മറ്റ് അംഗങ്ങളുണ്ടെങ്കിൽ അവർക്കും ഈ കൂടെ തന്നെ എൻറോൾ ചെയ്ത് കാർഡ് കരസ്ഥമാക്കാവുന്നതേ ഉള്ളൂ. ഇനി ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ചെയ്ത് സെപ്പറേറ്റായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ആധാർ കാർഡ് വെച്ച് 70 വയസ്സ് തികഞ്ഞിരിക്കണം. എറർ കാണിക്കുകയാണെങ്കിൽ 1-2 പ്രാവശ്യം ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നു. നന്ദി. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.